ഇന്ന് ബ്രെഡ് കൊണ്ടുള്ള റെസിപ്പിയാണ്. വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. 6 ബ്രെഡ് സ്ലൈസസ്. ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. വീറ്റ് ബ്രെഡ് ഇഷ്ടമില്ലാത്തവർക്ക് സ്വീറ്റ് ബ്രെഡ് ഒഴിച്ച് വേറെ ഏത് വെറൈറ്റി ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓൾറെഡി ഇതിൻ്റെ സൈഡ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേസ്റ്റ് ആക്കില്ല, പിന്നീട് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് 2 പച്ചമുളക് നെടുകെ കീറിയത്, കറിവേപ്പില, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ തിന്നായി സ്ലൈസ് ചെയ്തത്, അതുപോലെ ഒരു മീഡിയം സൈസ് സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കടുക്. ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ലൈസസ് കൈകൊണ്ട് തന്നെ സോഫ്റ്റായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ 6 സ്ലൈസസ് ഞാൻ കൈകൊണ്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ്സും കൂടെ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ സൈഡ്സും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ സൈഡ്സ് ഓക്കെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഒരു ചീനച്ചട്ടി എടുത്തു, ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില റെഡിയായിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അടുത്ത് നമുക്ക് പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകും മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതും പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. സവാളയെ അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ സവാളയും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അടുത്തതായിട്ട് ടൊമാറ്റോ മൂപ്പിച്ചെടുക്കാം. ടൊമാറ്റോയും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. കടുക് താളിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടൊമാറ്റോയും സവോളയും ഇതിൽ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഉപ്പ് നല്ലവണ്ണം
മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് സോഫ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോഴേ ഗ്യാസ് ഓൺ ചെയ്യുവാണെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് വേവിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കണം, അത്രയേ ഉള്ളൂ. അതിനാണ് ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഗ്യാസ് ഓൺ ചെയ്തു. സിം പൊസിഷനിൽ വേണം വയ്ക്കാൻ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഇത് റെഡിയായി കഴിഞ്ഞു, നന്നായിട്ട് ചൂടായി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം. അത് കഴിഞ്ഞിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് മറ്റൊരു ദിവസം.